ഹായ് എവറിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റീവ് ഹൈപ്പോത്തിസിസ് ഓഫ് കൺസെപ്ഷൻ ആണ്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫേമസ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് ഡ്യൂസൻബെറിയാണ്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ കൺസെപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് ഇൻകം ആണ്, അബ്സല്യൂട്ട് ഇൻകം അല്ല. സോ റിലേറ്റീവ് ഇൻകം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒരാളുടെ വരുമാനവും അയാളുടെ പ്രീവിയസ് ടൈമിലുള്ള ഇൻകവും അല്ലെങ്കിൽ വരുമാനവും റിലേറ്റ് ചെയ്തിട്ട് ആണ് റിലേറ്റീവ് ഇൻകം പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു ലോങ് റൺ പീരീഡ് ആണ് പറയുന്നത്. സോ ഇതൊരു ലോങ് റൺ കൺസെപ്ഷൻ ഫങ്ഷൻ ആണ്. ഈ ഒരു തിയറിയെ റിലേറ്റ് ചെയ്ത കീ കൺസെപ്റ്റുകളാണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് കൺസെപ്റ്റ്, പീപ്പിൾ കമ്പയർ ദെയർ ഇൻകം ഓർ കൺസെപ്ഷൻ ടു അതേഴ്സ് അറൗണ്ട് ദം. ദാറ്റ് ഈസ് സോഷ്യൽ കമ്പാരിസൺ. പീപ്പിൾ അവരുടെ ഇൻകവും കൺസെപ്ഷനും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതാണ് സോഷ്യൽ കമ്പാരിസൺ. അടുത്തത് സെക്കൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, ടെൻഡൻസി ടു എമുലേറ്റ് നൈബേഴ്സ് കമ്പാരിസൺ പാറ്റേൺ. അയൽക്കാരുടെ കൺസെപ്ഷൻ പാറ്റേൺ അനുകരിക്കുന്നു. സോ ഇതിനെയാണ് ഡ്യൂസൻബെറി ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് വിളിച്ചത്. അടുത്തത് റാച്ചന്റ് എഫക്റ്റ്, പീപ്പിൾസ് ആർ സ്ലോ ടു റെഡ്യൂസ് കൺസെപ്ഷൻ ഇഫ് ഇൻകം ഫാൾസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ പാസ്റ്റ് പീക്ക് ഇൻകം. മുൻകാലങ്ങളിൽ നല്ല ഉയർന്ന വരുമാനത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ ടൈമിൽ നല്ലൊരു കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ ഇനി വരുമാനം കുറഞ്ഞാലും ആളുകൾക്ക് കൺസെപ്ഷൻ കുറയ്ക്കുന്നത് വളരെ സ്ലോയിലായിരിക്കും. ഈ ഒരു തിയറിയെ റിലേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് മെയിൻ ഹൈപ്പോത്തിസിസ് ആണുള്ളത്. ഫസ്റ്റ് വൺ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസും സെക്കൻഡ് വൺ പാസ്റ്റ് പീക്ക് ഇൻകം ഹൈപ്പോത്തിസിസും. സോ ഇതിൽ രണ്ടും നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, കൺസെപ്ഷൻ ഡിപ്പെൻഡ് ഓൺ വൺസ് പൊസിഷൻ ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ലോ ഇൻകം പീപ്പിൾ കൺസ്യൂം മോർ ടു മാച്ച് അതേഴ്സ്, ഹെൻസ് ഹൈ APC. സോ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് പ്രകാരം ഒരു വ്യക്തിയുടെ കൺസെപ്ഷൻ അബ്സല്യൂട്ട് ഇൻകത്തെ അല്ലെങ്കിൽ ആവശ്യമായ വരുമാനത്തെ മാത്രം റിലേറ്റ് ചെയ്തല്ല, മറിച്ച് സമൂഹത്തിൽ അവൻ എവിടെയാണ് നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. സോ ഇവിടെ അയൽക്കാരുടെയും സുഹൃത്തുക്കളുടെയും കൺസെപ്ഷൻ പിന്തുടരാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ കുറവ് വരുമാനമുള്ളവർ കൂടുതൽ ചെലവഴിക്കാൻ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഉയർന്ന APC ആയിരിക്കും, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എല്ലാം ഞാൻ അബ്സല്യൂട്ട് ഹൈപ്പോത്തിസിസ് ഓഫ് കൺസെപ്ഷൻ എന്നൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. സോ ഇതിന് എക്സാമ്പിളായിട്ട് അയൽക്കാർ ഒരു ലക്ഷറി ഫോൺ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു ലക്ഷറി ഡ്രസ്സ് വാങ്ങിയാൽ ഉടനെ തന്നെ ഒരു സാധാരണ വരുമാനമുള്ള ഒരു കുടുംബം അത് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. അടുത്തത് പാസ്റ്റ് പീക്ക് ഇൻകം ഹൈപ്പോത്തിസിസ്. പാസ്റ്റ് പീക്ക് ഇൻകം ഇൻഫ്ലുവൻസ്ഡ് കറണ്ട് കൺസെപ്ഷൻ. People maintain their past consumption level even if income drops. പാസ്റ്റ് പീക്ക് ഇൻകം ഹൈപ്പോത്തിസിസിൽ ആളുകൾ കൺസെപ്ഷൻ നേരത്തെയുള്ള ഒരു നല്ല ഇൻകമായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. സോ ഇപ്പോഴുള്ള വരുമാനം കുറഞ്ഞാലും കൺസെപ്ഷൻ കുറയ്ക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. അവർ ആ പഴയ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈലിനോട് അഡാപ്റ്റ് ആയിരിക്കുന്നു. സോ ഇതിനെയാണ് റാച്ചന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് 80,000 സാലറി കിട്ടിയ ഒരാൾ 16,000 മാറുമ്പോൾ അയാൾ പഴയ പോലെ തന്നെ കൺസെപ്ഷൻ നടത്തുന്നു. ദാറ്റ് മീൻസ് ചെലവുകൾ തുടരുന്നു, ഈവൻ കടമെടുത്തിട്ടാണെങ്കിൽ പോലും. ഇനി ഈ ഒരു തിയറിയുടെ ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഇൻ ഷോർട്ട് റൺ നോൺ പ്രൊപ്പോർഷണൽ, ദാറ്റ് ഈസ് MPC ലെസ് ദാൻ APC. ഷോർട്ട് റണ്ണിൽ വരുമാനം കൂടിയാലും കൺസെപ്ഷൻ കുറവായിരിക്കും. കിട്ടുന്ന വരുമാനത്തിൽ ചെറിയ ഭാഗം മാത്രമാണ് കൺസെപ്ഷനായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ MPC എന്നത് APCയേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഈസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിനേലും ചെറുതായിരിക്കും. ഇൻ ലോങ് റൺ ഇറ്റ്സ് പ്രൊപ്പോർഷണൽ, ദാറ്റ് ഈസ് MPC ഈക്വൽ ടു APC.
ലോങ് റണ്ണിൽ വരുമാനത്തിനനുസരിച്ച് അവർ കൺസപ്ഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ MPC APCയോട് ഈക്വൽ ആയിരിക്കും. ഇൻകവും കൺസപ്ഷനും പ്രൊപ്പോർഷണലായി മാറുന്നു. ഹെൽപ്സ് റീകൺസൈൽ കൈനസ് ഷോർട്ട് റൺ ആൻഡ് കുസ്നെറ്റ് ലോങ് റൺ ഫൈൻഡിങ്സ്. കൈനസിന്റെ ഷോർട്ട് റണ്ണിലും കുസ്നെറ്റിന്റെ ലോങ് റണ്ണിലും നമുക്കിത് കാണാൻ സാധിക്കും. കൈനസിന്റെ ഷോർട്ട് റണ്ണിൽ MPC ലെസ് ദാൻ APC ആണെന്ന് പറഞ്ഞു. കുസ്നെറ്റിന്റെ ലോങ് റണ്ണിൽ MPC ഈക്വൽ ടു APC ആണെന്ന് പറഞ്ഞു. സോ കൈനസിന്റെ തിയറിയും കുസ്നെറ്റിന്റെ തിയറിയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കൂടെ കാണാൻ ശ്രമിക്കുക. ഡ്യൂസൻബെറി ഇതിലെല്ലാം ദാറ്റ് ഈസ് കുസ്നെറ്റിൻ്റെതും കൈനസിന്റെ തിയറിയും ഒത്തിണക്കിയാണ് ഈ തിയറി മുന്നോട്ട് വെച്ചത്. അതിനായിട്ട് അദ്ദേഹം ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും റാച്ചൻ്റ് എഫക്റ്റും ഇവിടെ പറഞ്ഞു. സോ ഷോർട്ട് റണ്ണിൽ നോൺ പ്രൊപ്പോർഷണലും ലോങ് റണ്ണിൽ പ്രൊപ്പോർഷണലും ആവുന്നു. ഡയഗ്രത്തിലേക്ക് വന്നാൽ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഈ കർവ് കാണാൻ സാധിക്കും. CSR ഷോർട്ട് റണ്ണിലെയും CLR എന്നത് ലോങ് റണ്ണിലെയും കൺസപ്ഷൻ ഫങ്ഷൻ ആണ്. സോ ഇവിടെ ഇൻകം Y1ൽ നിന്ന് Y0ലേക്ക് ദാറ്റ് ഈസ് Y0യിലേക്ക് വന്നപ്പോൾ കൺസപ്ഷൻ സെയിം പ്രപ്പോർഷനിൽ കുറഞ്ഞില്ല. ദാറ്റ് ഈസ് C1ൽ നിന്ന് C0ലേക്ക് പോയില്ല. അത് C1-ലേക്കാണ് കുറഞ്ഞത്. അതെന്തുകൊണ്ടിട്ടാണ്? ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും റാച്ചൻ്റ് എഫക്റ്റും ഉള്ളത് കൊണ്ട് കൺസപ്ഷൻ ആ ഒരു സെയിം പ്രപ്പോർഷനിൽ കുറഞ്ഞില്ല. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിലേറ്റീവ് ഹൈപ്പോത്തസിസ് ഓഫ് കൺസപ്ഷൻ ആണ്. ഡ്യൂസൻബെറിയുടെ തിയറിയാണിത്. ഈ ഒരു ക്ലാസ്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളാണ് കൈനസിന്റെ തിയറിയും കുസ്നെറ്റിന്റെ തിയറിയും കൂടാതെ അബ്സല്യൂട്ട് ഹൈപ്പോത്തസിസ് ഓഫ് കൺസപ്ഷനും. ഈ ഒരു 3 ക്ലാസ്സുകൾ കൂടെ ഈ ഒരു വീഡിയോയ്ക്കൊപ്പം കാണാൻ ശ്രമിക്കുക. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.